നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലെറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 2025, ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പവർ 4 പ്ലസ് എക്സ് ക്യൂ പ്ലസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ആർ ഓഫ് എക്സ് ബി എ പോളിനോമിയൽ be the polynomial remainder when the polynomial p of x is divided by the polynomial q of x. Find r of 3 എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന q of x നോക്കുമ്പോഴേ അതിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ആ q of x എന്ന് പറഞ്ഞ സാധനം എക്സ് പവർ 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് എക്സ് പവർ 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഇത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 plus 1 into x square plus x plus 1 ആണ്. So this is basically x square plus 1 into x square plus x plus 1 ആണ്. ഇപ്പോൾ q of xന്റെ റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് അത് പ്ലസ് ഓർ മൈനസ് ഐയും ഇവിടുന്ന് അത് ഒമേഗ സ്ക്വയറും ആണ്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പി ഓഫ് എക്സിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ക്യൂ ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് സ്മോൾ ക്യൂ ആണെന്ന് വിചാരിക്കുക, റിമൈൻഡർ ആറാന്ന് വിചാരിച്ചോ. എന്തായാലും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 4th ഡിഗ്രി കൊണ്ടാണല്ലോ. അപ്പോൾ റിമൈൻഡർ മാക്സിമം എന്താണ്? 3rd ഡിഗ്രി ക്യൂബിക്ക വരാൻ പറ്റുള്ളൂ. ആ കാര്യം കൂടി നമുക്ക് എഴുതാം. സോ നമുക്ക് ആർ ഓഫ് എക്സ് നേരെ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എ ബി സി ഡി ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ദിസ് ഈസ് യുവർ ആർ ഓഫ് എക്സ്. അപ്പോൾ ഞാൻ ആ എക്സ്പ്രഷൻ പോളിനോമിയൽ ഡിവിഷൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. സോ യുവർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് കോഷ്യൻ്റ് പ്ലസ് ആർ ഓഫ് എക്സ് ആണേ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ യുവർ എക്സ് റേസ് ടു 2025 ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓൾറെഡി ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 into small q of x plus ax cube plus bx square plus cx plus d. ഇതാണ് എക്സ്പ്രഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എക്സിന് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. എക്സിന് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ റേസ് ടു 2024 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണല്ലോ. അപ്പോൾ ഐ റേസ് ടു 2025 ഐ വരും. സോ യുവർ ഐ കംസ് ഔട്ട് ടു ബി, ആൻഡ് ഈ ടേം എന്താണ്? ഐ ഉള്ളതുകൊണ്ട് ഐ സ്ക്വയർ പ്ലസ് 1 0 ആയിപ്പോയി. ഓഫ്കോഴ്സ് നമുക്കറിയാം ഫാക്ടർ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ റൂട്ടാണ് ഐ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി വേണം. ഇവിടെ നമ്മൾ നേരെ ഐ കൊടുക്കുക. അപ്പോൾ എ ഐ ക്യൂബ് പ്ലസ് ബി ഐ സ്ക്വയർ പ്ലസ് സി ഐ പ്ലസ് ഡി. ഐ ക്യൂബ് എന്ന് പറഞ്ഞ സാധനം മൈനസ് ഐ ആണ്. അപ്പോൾ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. സോ ഐ ഇൻറ്റു സി മൈനസ് എ പ്ലസ് ഡി മൈനസ് ബി എന്ന് വരും. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. അതിൽ നിന്ന് സി മൈനസ് എ 1 ആണെന്നും കിട്ടും, ബി സിക്വൽ ടു ഡി ആണെന്നും കിട്ടും. അത് തീരുമാനമായല്ലോ. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇനി എന്ത് ചെയ്യുക? ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനിങ്ങനെ എഴുതാം. എക്സ് റേസ് ടു 2025 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സിയിലോടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് 1 ഇൻറ്റു സിയിലോടുത്ത് എ പ്ലസ് 1 എക്സ് പ്ലസ് ഡിയിലോടുത്ത് ബി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ റെസ് ടു 2025 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഒമേഗ റെസ് ടു 2025 എന്തായാലും 1 ആയിട്ടുണ്ടാവും. 1 ഇസ് ഈക്വൽ ടു അഗെയിൻ ഈ ടേം എന്തായി പോയിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. സോ ദിസ് ബിക്കംസ് എ ഒമേഗ ക്യൂബ് പ്ലസ് ബി ഒമേഗ സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 ഒമേഗ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ എ ഒമേഗ ക്യൂബ് എ ആയി മാറി, എ ആയി. പിന്നെ ഇവിടെ നോക്കടാ, ബി ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1, ഒമേഗ സ്ക്വയർ പ്ലസ് 1 മൈനസ് ഒമേഗയാണ്. സോ മൈനസ് ബി ഒമേഗ ഉണ്ട്. അപ്പം എ പ്ലസ് 1 ഒമേഗ ഉണ്ട്, മൈനസ് ബി ഒമേഗ ഉണ്ട്. സോ യുവർ 1 ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് 1 ടൈംസ് ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ. 1 മൈനസ് എ എന്ന് പറഞ്ഞ സാധനം എ പ്ലസ് ബി മൈനസ് 1 ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇത് ക്ലിയറാ? ഒമേഗ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറാ. ഒരു റിയൽ നമ്പർ ടൈംസ് ഒമേഗ, ഒരു 1 മൈനസ് എ ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് എ എന്താവണം? 0 ആവണം. എ പ്ലസ് ബി മൈനസ് 1 എന്താവണം? 0 ആവണം. സോ യുവർ എ വാല്യൂ 1 ആണ് കിട്ടി. എ വാല്യൂ
നമുക്കിവിടെ തെറ്റിയോ, കാൽക്കുലേഷൻ തെറ്റിയോ? കാരണം ഒരെണ്ണം 0 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ തെറ്റിയെന്ന് വെച്ചാൽ ഇത് A+1 - B എന്നാണ് വരുന്നത് കേട്ടോ. A - B+1. അപ്പോൾ ഇത് A - B+1 ആണ്. അപ്പോൾ ഇത് A - B+1. അപ്പോൾ A = 1 വരും, കറസ്പോണ്ടിങ്ലി B വാല്യൂ 2 കിട്ടും. അപ്പോൾ നമ്മൾ R(x) എന്താണ് ഇതിൽ നിന്ന് കിട്ടി. യുവർ R(x) കംസ് ഔട്ട് ടു ബി x³ പ്ലസ് B വാല്യൂ 2 ആണ്, 2x² പ്ലസ് പിന്നെ നമ്മൾ C എന്ന് പറയുന്നത് A+1 ആണല്ലോ. A+1 ആകുമ്പോൾ 2x + 2 ഇങ്ങനെയാണ് നമ്മുടെ R(x) വരിക. അതും കിട്ടി. ഇനി R(x)ൽ R(3) കണ്ടുപിടിക്കാനാണ് ചോദ്യം. R(3) എന്ന് പറയുമ്പോൾ അപ്പോൾ 27 + 18 + 6 + 2. അപ്പോൾ 47 6 എനിക്ക് തോന്നുന്നു 53 ആണ് ആൻസർ വരിക. 53 45 53 53 is the right answer.